ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു തൊമരവടയാണ്. അതിന് തഴുതാമയുടെ ഇലയും ഞാൻ അതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ചെറുള്ളി, ഒരു 2 അല്ലി വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, തഴുതാമയുടെ ഇല, ഒരു കഷ്ണം ഇഞ്ചി, ഉപ്പ്, ഇത്ര സാധനമാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. തൊമര നന്നായിട്ട് വലുതായിട്ട് അരയല്ല, ഒരല്പം ഇത് പിന്നെ എല്ലാം അങ്ങ് അരഞ്ഞ് ഈ സമ്മന്തി പോലെ ആവരുത്, ഒരല്പം ഇതുണ്ടായിരിക്കണം. അതിൽ ആ തൊമര നമുക്ക് കണ്ടാൽ തിരിച്ചറിയാൻ പറ്റും. അതുപോലെ വേണം അരച്ച്. എന്നിട്ട് ഇതൊന്ന് കയ്യിലുരുട്ടി ഒന്ന് പ്രസ് ചെയ്ത് ചൂടാകുന്ന എണ്ണയ്ക്കകത്തോട്ടിട്ട് ഇടണം. നമ്മൾ ചട്ടി അടുപ്പേ വെച്ച് എണ്ണ തിളച്ച ശേഷം ഇത് ഇട്ട് കൊടുത്ത് ഒരു വശം മൂത്ത ശേഷം മാത്രം മറുവശം തിരിച്ചിടുക. ഇത് നല്ല ടേസ്റ്റ് ഉള്ളതാണ്. അതിൻ്റെ കൂടെ ഇതിനകത്ത് ഈ തഴുതാമയുടെ ഇലയും കരിയേപ്പിലയുടെ ഇലയും ഒക്കെ പച്ചില കൂട്ടാത്ത കുഞ്ഞുങ്ങൾക്ക് പച്ചില അകത്ത് എഴുതാനുള്ള ഒരു സൂത്രവിദ്യ കൂടെയാണ് ഇത്. ഇങ്ങനെ ആവുമ്പം പച്ചില കുഞ്ഞുങ്ങൾക്കൊക്കെ അതിൻ്റെ ആ ന്യൂട്രീഷ്യസ് കിട്ടും, ഇങ്ങനെയൊക്കെ ചെയ്യുവാണേൽ. അതുപോലെ ഇന്ന് നവരാത്രിയുടെ പുണ്യമാർന്ന 1ാമത്തെ ദിവസമാണ്. എല്ലാം കൊണ്ടും നല്ലൊരു ദിവസമാണ്. ഇന്നലെ ഞങ്ങൾക്ക് പനിയായിരുന്നു. ഭാഗ്യം കൊണ്ട് ഇന്ന് പനിയൊക്കെ കുറഞ്ഞു, വളരെ സന്തോഷമായിട്ടിരിക്കുന്നു. ഇതാ ഒരു വശം മൂത്ത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചിട്ടേക്കുവാണേ. നല്ല ഒരു ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ ഒത്തിരി അങ്ങ് കരിയാതിരിക്കുന്നത് നല്ലത്, അല്ലെ ഒരു കയ്പ്പ് അതിൻ്റെ ചുവ വരും. അപ്പം നമുക്ക് അത്രയും കരിയാതെ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ നമുക്കത് വൃത്തിയായിട്ട് ഉണ്ടാക്കി കഴിക്കാൻ പറ്റും. കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതിനെക്കാട്ടിലും ബെറ്റർ ആയിരിക്കും നമ്മുടെ വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ. തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു 4 മണി ചായയുടെ കൂടെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണ് ഇത്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. തീർച്ചയായിട്ടും നിങ്ങളൊക്കെ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. കണ്ടോ, നല്ലൊരു വടയാണ്. നിങ്ങളൊന്ന് ഉണ്ടാക്കി ഉപയോഗിച്ച് നോക്കുക.